ഞാൻ എൻ്റെ ഈ മാസത്തെ റിവാർഡ് സാധനം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വിചാരിച്ച് കിടക്കട്ടെ, ലിപ്സ്റ്റിക് അല്ലേ, ആരെങ്കിലുമൊക്കെ കാണാനുണ്ടാവുമെന്ന്. ഇത് ആക്ച്വലി എറ്റുഡേ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എന്താ ഗ്ലോ ഫിക്സിങ് ടിൻറ്റ്. അതിൻ്റെ 12 ചെറി ഷുഗർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ആക്ച്വലി ഞാൻ ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡോട്ട് ആൻഡ് കീയുടെ ചെറി പോപ്പ് എന്ന് പറയുന്ന ഒരു ലിപ് ബാമായിരുന്നു. എനിക്ക് അങ്ങനെ ഭീകരമായിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഡെയിലി യൂസിന് എനിക്ക് വലിയ താല്പര്യമില്ല. അല്ലാതെ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഷെയ്ഡും എല്ലാം പോവും, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുന്നതിൽ ഞാൻ കുറച്ച് പിക്കുക. അപ്പം ഞാൻ ഇത്രയും കാലം ആ ലിപ് ഗ്ലോസ് നിന്നത്. അതാണെന്നുണ്ടെങ്കിൽ ലിപ് ഗ്ലോസ് ആണല്ലോ, അതിന് ഇത്ര സമയം ലാസ്റ്റിംഗ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പം ഞാനൊരു ഒരു ലിപ് ടിൻറ്റ് അല്ലെങ്കിൽ അങ്ങനൊരു സാധനം നോക്കിയപ്പോൾ ഈ മാസത്തെ എൻ്റെ റിവാർഡാണ് ഇത്. വൺ ഓഫ് ദ റിവാർഡാണിത്. അപ്പം ഇത് കാണുന്ന സമയത്തൊരു വാട്ടർ കളർ പോലെ തോന്നുമെങ്കിലും ആക്ച്വലി നൈസ്. പിന്നെന്താ പറയണ്ടേ? ഓക്കെ, ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കി നോക്കാം. ഇത് അതിനോടൊപ്പം ഒരു ഫ്രീ കിട്ടിയ സാധനമാണ് കേട്ടോ. ആക്ച്വലി കൊള്ളാം മീൻസ് ഭയങ്കര പിഗ്മെൻ്റ് ഒന്നുമില്ല, ചെറിയൊരു സ്ലൈറ്റായിട്ടുള്ള പിഗ്മെൻറ്റ്. കാണുമ്പം ഏകദേശം ഈ കളറ് സാധനം തന്നെ ഉള്ളിലിരിക്കുന്നു കേട്ടോ. പക്ഷെ ഇടുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു അത്ര പിഗ്മെൻ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കത്തില്ലേ നമ്മളെ ചുണ്ട്, അങ്ങനെയുള്ളൊരു ഫീലേ ഉള്ളൂ. ആദ്യം ഇതിടണോ നമുക്കാദ്യം ഇതിടാം, എന്നിട്ട് ഇതിടാം. നമ്മൾ ഫ്രീ കിട്ടിയ സാധനത്തിനൊന്നും ഇത് അവരുടെ ഒരു മിനി സാധനം ഒന്ന് കാണിച്ചു തന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് വലിയ വികാരങ്ങളൊന്നും ഈ സാധനത്തിനില്ല. ഇങ്ങനെ ഒരു പിഗ്മെൻറ്റഡ് ആക്കി നമ്മളിപ്പം നമ്മൾ ചുണ്ടിങ്ങനെ ബെയറായിട്ട് ഇങ്ങനെ ചുണ്ടിട്ടിട്ട് പോകുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് മേലാക്കി കഴിഞ്ഞാൽ ഒരു ഗ്ലോസ് പോലത്തെ എഫക്റ്റ് എനിക്ക് തോന്നി. ഈ കളറേ അല്ല ഈ സാധനത്തിന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്. സോ ഞാൻ ആദ്യം വിചാരിച്ച ഈ സാധനം വെറുതെ ഫ്രീ ആയതുകൊണ്ട് അവർ ഏറ്റവും കുറഞ്ഞു പോകുന്ന സാധനം തന്നതായിരിക്കും, പിന്നെന്താ ഇത് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതുപോലൊരു ഭയങ്കര മോയ്സ്ചറൈസിങ് എഫക്റ്റാണ്, പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല. ഓക്കെ ഞാനൊന്ന് എൻ്റെ ചുണ്ട് വൈപ്പ് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ കണ്ടുവന്ന് ഞങ്ങൾ പേടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനത് സ്വന്തമായിട്ടങ്ങ് പോയതാണ്. ഇനി നമ്മളെ മെയിൻ താരം തവണത്തെ റിവാർഡ് ഒന്ന് അപ്ലൈ ചെയ്യാം. എങ്ങനെയിരിക്കും? നന്നായിരിക്കില്ലേ? കർത്താവേ, വന്ന് എനിക്കൊരു ലിപ്സ്റ്റിക് ഇടാന്ന് പറയണ്ടായോ? കുറച്ച് ഈ മഞ്ഞ ലൈറ്റിൻ്റെ ഇതുകൊണ്ടോട്ടെ ഇത്ര മങ്ങിക്കിടക്കുന്നത്. ഇത്രയല്ല, ഇതിനേക്കാളും കുറച്ചും കൂടി ഇച്ചിരിയും കൂടി ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന കളറാട്ടോ. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്, നൈസ്, റൈറ്റ്. അപ്പോൾ ഈ തവണത്തെ നമ്മുടെ റിവേർഡ് സേഫ്. മിക്ക വട്ടത്തെ കണ്ടത് ഫ്ലോപ്പ് ആവാറാണ്, പക്ഷേ ഇത്തവണ ഗുഡ്. Okay. Bye.